യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസമായ ശനിയാഴ്ച. ഈ മാസം എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു കുടുംബമായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ടത്, പ്രാർത്ഥനയിൽ ചേർന്ന് നിന്നത്. അതൊരു വലിയൊരു ഭാഗ്യമാണ്, ഒരു സന്തോഷമാണ്, ഒരനുഗ്രഹമാണ്. നമുക്കൊരു താമസിക്കാൻ ഒരു ചെറിയ വീടെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. നമുക്ക് സഞ്ചരിക്കാൻ ഒരു ചെറിയ വാഹനവേലും ഉണ്ടോ, ദൈവത്തിൻ്റെ സ്നേഹമാണ്. നമുക്കിങ്ങനെയൊക്കെ പ്രാർത്ഥനയിൽ ഒരു മനസ്സോടെ ഒരു കൂട്ടായ്മയായി നിൽക്കാൻ പറ്റുന്നില്ലേ? അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ഒരു ദൈവ നിശ്ചയമാണ് ഈ ശുശ്രൂഷയുടെ ഭാഗമായി നമ്മൾ നിൽക്കുന്നത് പോലും. നമുക്ക് ഈ മാസം നന്ദി പറയാം. ഈ മാസം നമുക്ക് അനുഗ്രഹത്തോടെ നൽകിയതിന് നന്ദി പറയാം. കർത്താവേ, ഈ പുതിയ വർഷത്തിൻ്റെ ഈ ജനുവരി മാസത്തിൽ അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പിൽ ആയിരുന്ന ഓരോരുത്തരെയും, അത് ഷെയർ ചെയ്തവർ, ആ ശുശ്രൂഷയുടെ ഭാഗമായി വാമൊഴിയായി പറഞ്ഞ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം കേട്ടോ, പ്രാർത്ഥിക്കണം കേട്ടോ, ഇതൊരു അനുഗ്രഹമാണ്, നിങ്ങളൊന്ന് കൂടി നോക്ക് എന്നൊക്കെ പറഞ്ഞ് ചിലരെയൊക്കെ ഈ ശുശ്രൂഷയിൽ കേൾപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം അവരെല്ലാം ഓർക്കുകയാണ്, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർക്കുകയാണ്. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ജനത്തെ ഓർത്ത്, ഈ കുടുംബങ്ങളെ ഓർത്ത്, ഈ കൂട്ടായ്മയെ ഓർത്ത്, ഈ ബന്ധങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവം ഒരുക്കിയ ശുശ്രൂഷയാണിത്, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനമാണിത്. ഈ കൂട്ടായ്മയെ ഓർത്ത്, ഈ ശുശ്രൂഷയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് ഈ വചനങ്ങളെ കേൾക്കുന്നതിന് മുമ്പ്, സ്നേഹം പലതരത്തിലുണ്ട്. ബൈബിളൊരു വാക്കുണ്ട്, നിങ്ങളുടെ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. എല്ലാം സ്നേഹമല്ല. സ്നേഹം, സത്യസന്ധമായ സ്നേഹമുണ്ട്, പക്ഷെ അത് പലരും തിരിച്ചറിയില്ല. സ്നേഹം ചതിയുള്ള സ്നേഹമുണ്ട്, അകത്ത് വഞ്ചനയുള്ള സ്നേഹമുണ്ട്, കള്ളമുള്ള സ്നേഹമുണ്ട്, സത്യമുള്ള സ്നേഹമുണ്ട്. ചിലരൊക്കെ പറയില്ലേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കുറച്ച് കഴിയുമ്പം അവരെയും കാണാനുണ്ടാവില്ല, ആ സ്നേഹവും കാണാനുണ്ടാവില്ല. ചിലർ പറയും, നിങ്ങൾ പോയാൽ ഞാൻ മരിച്ചു പോവും, ചത്തുകളയും, ഞാൻ പിന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കത്തില്ല. അങ്ങനെ പറഞ്ഞവർ തന്നെ ആദ്യം ഓടി. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും നിന്നെ ചതിക്കില്ല, അതൊരിക്കലും പിരിയില്ല. അത് നിത്യമായ സ്നേഹമാണ്, അത് കുരിശിൽ വെളിപ്പെടുത്തിയ സ്നേഹമാണ്, എന്നെ പിടിച്ചു നിർത്തുന്ന സ്നേഹമാണ്. കള്ളമുള്ള ചതിയുള്ള സ്നേഹമല്ലത്. നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ഇന്നായിരിക്കാം. ഏതെങ്കിലുമൊക്കെ പ്രയാസത്തിലാണോ ഇരിക്കുന്നത്? പ്രഭാതത്തിൽ ഈ രാവിലെയൊക്കെ നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങിയാൽ, മുറ്റത്തേക്ക് ഇറങ്ങിയാൽ, മഞ്ഞ് തുള്ളികൾ വന്ന് ഇലകളിലും ഈ ചെടിയുടെ ഇലകളിലൊക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്, പുല്ലുകളിലൊക്കെ. ഒരു 9:30-10 മണിയായി സൂര്യവെളിച്ചം അതിൽ തട്ടുമ്പോൾ, ആ ചൂട് കിട്ടുമ്പോൾ ഉണ്ടല്ലോ, ഈ മഞ്ഞുവെള്ളം മുഴുവൻ ആവിയായി പോവും, ഒന്നും കാണാനില്ല. ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ ജീവിതവും ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞുതുള്ളി പോലെ ചില സങ്കടങ്ങളും വേദനകളും വിഷമങ്ങളും ഉള്ളിൽ തട്ടിക്കിടപ്പുണ്ട്. എപ്പോഴാണ് ഇത് പോകുന്നത്? ദൈവവചനത്തിൻ്റെ, ആ ദൈവ സാന്നിധ്യത്തിൻ്റെ വെളിച്ചവും ചൂടുമൊക്കെ നിങ്ങളിൽ വന്ന് തട്ടുമ്പം, ദൈവ സാന്നിധ്യത്തിൻ്റെ, ദൈവവചനത്തിൻ്റെ വെളിച്ചം വന്ന് തട്ടുമ്പം സങ്കടങ്ങൾ മാറാൻ തുടങ്ങും, പ്രയാസങ്ങൾ മാറാൻ തുടങ്ങും, പ്രതിസന്ധികൾ മാറാൻ തുടങ്ങും. അതൊക്കെ ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്ന അനുഭവം കൂടി അത് ആ കൂട്ടത്തിൽ കിട്ടും. ഇന്ന് പ്രാർത്ഥിച്ച്, ഈ മാസം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച്, ഇന്ന് കേൾക്കുന്ന വചനം സങ്കീർത്തന പുസ്തകം
18 അധ്യായം 28, 29 വാക്യങ്ങളാണ്. ഇതിനു മുമ്പേ ഒരു പക്ഷേ ഈ വചനം കേട്ട് കാണും, ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, നിങ്ങൾ പ്രത്യേകം വേദപുസ്തകത്തിൽ വരച്ചു വച്ചിട്ടുണ്ടാകാം. എങ്കിൽ ഈ വചനം ഒന്ന് കേൾക്കുകയാണ്. 28 വാക്യം: അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു. ദീപം കത്തിക്കുന്നു. കൊളുത്തുക, കത്തിക്കുക. അപ്പോഴോ എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവവചനമില്ലേ, ഈ കേൾക്കുന്ന വചനം, അത് ദൈവം കത്തിക്കുന്ന ദീപമാണത്. അപ്പോഴോ ദൈവവചനമാകുന്ന ദീപം എന്നിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കളിൽ കത്തുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അന്ധകാരം അകന്നുപോകും. ഓരോ കാര്യവുമായി ബന്ധപ്പെട്ട അന്ധകാരമുണ്ട്. പഠിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അന്ധകാരമുണ്ട്. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അന്ധകാരമുണ്ട്. ബിസിനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന അന്ധകാരമുണ്ട്. ഏത് കാര്യമാണോ നിങ്ങൾ ഏർപ്പെടുന്നത്, ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ഇരുട്ടുണ്ട്. ചിലർ പറയില്ലേ, എനിക്ക് രാവിലെ ഓഫീസിൽ പോകാൻ തോന്നുന്നില്ല, എനിക്ക് പോയി പഠിക്കാൻ തോന്നുന്നില്ല, പുസ്തകം എടുത്ത് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, പുസ്തകം എടുക്കുന്നുണ്ട്, തുറന്നു വയ്ക്കുന്നുണ്ട്, പഠിക്കാനുള്ള ആ ഇൻട്രസ്റ്റ് വരുന്നില്ല, എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല, എനിക്കൊരു കച്ചവട സ്ഥാപനമുണ്ട്, എനിക്കങ്ങോട്ട് ആ കടയിലോട്ട് പോകാനോ സ്ഥാപനം തുറന്ന് അവിടെ ഇരിക്കുക പറ്റുന്നില്ല. ഓരോ കാര്യവുമായി ബന്ധപ്പെട്ട് ചില ഇരുട്ടുണ്ട്. ആ ഇരുട്ടുള്ളപ്പോൾ അങ്ങോട്ട് പോകാൻ ഇഷ്ടമില്ല, തോന്നത്തില്ല, നമ്മുടെ മനസ്സങ്ങ് ഡൗൺ ആയിരിക്കും, നമുക്കതിനെ ഒന്ന് സ്നേഹിക്കാൻ പറ്റില്ല. ദൈവമായ കർത്താവ് പറഞ്ഞ വചനം, അവിടുന്ന് എൻ്റെ ദീപം, ദൈവവചനത്തിൻ്റെ ദീപം എന്നിൽ കത്തിക്കുമ്പോൾ, ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണോ ഇരുട്ടുള്ളത്, ആ അന്ധകാരം ദൈവം മാറ്റുന്നു. അങ്ങനെ മാറിയാലോ? 29 വാക്യം: അവിടുത്തെ സഹായത്താൽ. അപ്പോൾ ഉറപ്പാണ്, ദൈവം ഒരു ദീപം കത്തിച്ചാൽ ആ ദൈവത്തിൻ്റെ സഹായം ആ കൂട്ടത്തിൽ എനിക്ക് കിട്ടും. പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് കൂടുതലായി പറയട്ടെ, നിങ്ങൾക്ക് പഠിക്കാൻ എല്ലാ വിഷയവും ഒരേപോലെ ഇഷ്ടമുണ്ടാകത്തില്ല. ചിലത് കട്ടിയായിരിക്കും, ചിലത് എത്ര പഠിച്ചാലും ഓർക്കത്തില്ല. ചിലർക്കത് മാത്സ് ആയിരിക്കും, ചിലർക്കത് ഹിന്ദി ആയിരിക്കും, ചിലർക്കത് ഇംഗ്ലീഷ് ആയിരിക്കും. ഓരോ കാര്യങ്ങൾ, ചിലർക്ക് ചില വിഷയം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ആ ഇഷ്ടമില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ജയിക്കുമോ എന്നറിയത്തില്ല, ആ ഭാഷ പഠിക്കാൻ വിഷമമാണ്. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ സഹായത്താൽ, ബിസിനസ് അങ്ങനെയാണ്, കൃഷി ഇങ്ങനെയാണ്, മുന്നോട്ടുള്ള സ്വപ്നങ്ങൾ അങ്ങനെയാണ്, PR കിട്ടിയിട്ടില്ല, അത് ശരിയായിട്ടില്ല, നിങ്ങൾക്ക് ഈ വചനം കിട്ടുമ്പോൾ ഈ കാര്യം നടക്കുന്നുണ്ട്. 29 വാക്യം: അവിടുത്തെ സഹായം, ദൈവത്തിൻ്റെ സഹായം. വിശ്വസിച്ച്, ദൈവത്തിൻ്റെ സഹായം എനിക്ക് കിട്ടും, ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ സഹായം എനിക്ക് കിട്ടും. ഞാൻ എല്ലാ ദിവസവും വചനം പറയുന്നുണ്ടല്ലോ. ഞാനിങ്ങനെ ഓർക്കും, അടുത്ത മാസം എന്തു വചനം പറയും? ഇനി 4-5 ദിവസം കഴിഞ്ഞ വചനമൊക്കെ പറഞ്ഞ് തീരാറാവൂല, ഇനി എന്തു പറയും? എനിക്ക് മനസ്സിലായി, ഓരോ ദിവസവും കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സഹായത്താൽ അതെല്ലാം അനുഗ്രഹമാകുന്നുവെന്ന്. ദൈവസഹായത്താൽ സൈന്യനിരയെ ഞാൻ ഭേദിക്കും. എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ആ കോട്ട ഞാൻ ചാടിക്കടക്കും, മറികടക്കും. ആ പ്രയാസത്തെ ഞാൻ മറികടക്കും, ആ പ്രതിസന്ധിയെ ഞാൻ മറികടക്കും. ആരുടെ സഹായത്താൽ? ലഭിക്കുന്ന ദൈവത്തിൻ്റെ സഹായത്താൽ, ലഭിക്കുന്ന ദൈവത്തിൻ്റെ സഹായത്താൽ, ലഭിക്കുന്ന ദൈവത്തിൻ്റെ സഹായത്താൽ. എവിടെ നിന്ന്, എങ്ങനെ, എപ്പോൾ? ദൈവവചനം കേൾക്കുമ്പോൾ, ആ ദീപം എന്നിൽ കത്തിക്കുമ്പോൾ, ആ ദീപം ദൈവം എന്നിൽ കത്തുമ്പോൾ, അതിൻ്റെ നേരെ വെള്ളം ഒഴിച്ചത് കെടുത്തിക്കളയല്ലേ. എന്ത് പ്രാർത്ഥന, എന്ത് ശുശ്രൂഷ, എന്ത് വചനം, ഇതൊക്കെ തട്ടിപ്പാണ്, ഇതൊക്കെ ബിസിനസ്സാണ് എന്നൊക്കെ പറഞ്ഞ് വെള്ളം ഒഴിക്കാൻ വരട്ടെ. ദൈവം തൻ്റെ വചനമാകുന്ന ആ ദീപത്തെ എന്നിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കളിൽ, പിള്ളേരിൽ, തലമുറകളിൽ കത്തിക്കുമ്പോൾ അതെൻ്റെ അന്ധകാരമാണ് മാറ്റുന്നത്. ആ സഹായത്തിലൂടെ ഞാൻ സൈന്യനിരയെ ഭേദിക്കും.
ആ പ്രതിസന്ധികളെ മറികടക്കും, ആ ബുദ്ധിമുട്ടിനെ മറികടക്കും, ആ ലക്ഷ്യത്തിൽ ഞാൻ എത്തും ആ സഹായത്താൽ. ആ വാക്കൊന്നും മറക്കല്ലേ, ദൈവത്തിൻ്റെ സഹായം. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും പറയാം, ഡെയിലി വചനം കേൾക്കുമ്പോൾ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്നത് ദൈവത്തിൽ നിന്നുള്ള സഹായമാണ്. ഞാനാരുമല്ല, ഞാൻ ഏതുമല്ല, ഞാനൊന്നുമല്ല. എൻ്റെ ഒരു സഹായം നിങ്ങൾക്ക് കിട്ടിയിട്ട് വലിയ കാര്യമില്ല. ഞാൻ പ്രസംഗിക്കുകയാണെങ്കിലും വചനം കൊടുക്കുന്ന ഒരാൾ, ഒരു നിയോഗത്തോടെ നിൽക്കുന്ന ഒരാൾ മാത്രമാണ്. അത് നിങ്ങൾക്ക് കിട്ടുന്നത് ദൈവത്തിൻ്റെ സഹായമായിട്ടാണ്. ഒരുപക്ഷെ സാമ്പത്തിക പ്രതിസന്ധി മറികടന്നിട്ടില്ല, വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല, പിള്ളേരുടെ വിദ്യാഭ്യാസം, ഫീസ്, വിവാഹം, നൂറുകൂട്ടം കാര്യങ്ങൾ. എന്തു ചെയ്യും? നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായം കിട്ടും. അപ്പോൾ ആ കോട്ടകൾ ചാടിക്കിടക്കുമെന്നാണ് പറഞ്ഞ്. പതുക്കെ നിരങ്ങിക്കയറുമെന്നല്ല, ചാടിക്കിടക്കാനുള്ള അസാധാരണമായൊരു ശക്തി കൂടി കിട്ടും. പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് ഈ മാസത്തിൻ്റെ അവസാന ദിവസം കേട്ട വചനങ്ങളെ മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയ ഈ പ്രാർത്ഥനയൊക്കെ ചെല്ലാറുണ്ടോ? അല്ലെ ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയുമോ? ഇവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥന ചോദിച്ച് മേടിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കയ്യിലൊക്കെ ഈ പ്രാർത്ഥനയ്ക്ക് എത്തിയിട്ടുണ്ടാവും. ഈ പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ: ഒരു ദോഷവും എനിക്ക് വരികയില്ല, ഒരു തിന്മയും എനിക്ക് വരില്ല, ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ തൊടുകയുമില്ല, എൻ്റെ ദൈവത്തിൽ ഞാനിത് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഓർത്ത് വെച്ച് പ്രാർത്ഥിച്ചു, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു. ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും വരില്ല, ഒരനർത്ഥവും വരില്ല. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും ദൈവം സൂക്ഷിക്കും. നമ്മൾ ഉപവാസത്തിലൂടെ കടന്നു പോവുക. നാളെ ഈ അടുത്ത ഫെബ്രുവരി മാസത്തിൻ്റെ 1-ാം തീയതിയാണ്. നാളത്തെ ദിവസം വചനം പ്രത്യേകം 1-ാം തീയതി വചനം കേട്ട് പ്രാർത്ഥിച്ച് ആ ദിവസത്തിന് വേണ്ടി എല്ലാ അനുഗ്രഹവും നേടണം. 1-ാം തീയതിയാണ് നാളത്തെ കുർബാന മുടക്കരുത്, നാളത്തെ പ്രാർത്ഥന മുടക്കരുത്. നാളെ 1-ാം തീയതിയാണ്. നാളെ എല്ലാവരും പള്ളിയിലും പ്രാർത്ഥനയിലൊക്കെ പോയി ആരാധിച്ച് പ്രാർത്ഥിച്ച് ഈ വചനമൊക്കെ കേട്ട് ഒരനുഗ്രഹമാകണം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഈ പുതിയ വർഷത്തിൽ ഈ മാസം വചനം കേട്ടവർ, വചനം അയച്ചു കൊടുത്തവർ, വചനത്തെ സ്വീകരിച്ചവർ, ഷെയർ ചെയ്തവർ, സ്റ്റാറ്റസ് ഇട്ടവർ, എല്ലാവരും ചെയ്തത് സത്യം പറഞ്ഞാൽ ഒരു ദൈവ ശുശ്രൂഷയാണ്. ദൈവവചനത്തെ മാനിക്കുന്നത് കൊണ്ടും ഇഷ്ടപ്പെടുന്നത് കൊണ്ടുമല്ല ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത്. എത്രയോ പേരുടെ സ്റ്റാറ്റസുകളിൽ ഡെയിലി ബ്ലെസ്സിങ് എന്നുണ്ട്. അത് തന്നെ ഒരു സുവിശേഷ വേലയായി കാണുന്നു. ദൈവമേ, അങ്ങേ ഉയർത്തിയവരെ ഒക്കെ ദൈവം താഴ്ത്തിയിട്ടില്ല. ദൈവത്തെ ഉയർത്തിയവരെ, ദൈവത്തിൻ്റെ വചനത്തെ ഉയർത്തിയവരെ ദൈവവും ഉയർത്തി അനുഗ്രഹിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പരീക്ഷ, പഠനം, വിജയം, സ്വഭാവം സകലതും അനുഗ്രഹമാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതികൾ, വഞ്ചന, നിരാശ എന്നെല്ലാം ഞങ്ങളെ സൂക്ഷിക്കണമേ, സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരണമേ. ഒന്നിനും ഒരു കുറവില്ലാത്ത വിധത്തിൽ ഞങ്ങളെ നയിക്കണമേ. യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മാസം നൽകിയ സ്നേഹത്തിന്, കരുതലിന്, പ്രാർത്ഥനയ്ക്ക്, പ്രോത്സാഹനത്തിന് ഒത്തിരി നന്ദി. കൂടെ നിന്നതിന്, ഒരുമിച്ച് വചനം കേട്ടതിന്, ഷെയർ ചെയ്തതിന്, സ്റ്റാറ്റസ് ഇട്ടതിന്, ഒപ്പം ഒരു കുടക്കീഴിലെന്ന പോലെ നിന്നതിന് നന്ദി. നാളെ പുതിയ മാസമാണ്. നമുക്ക് പ്രാർത്ഥനയോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കാം. ദൈവം അനുഗ്രഹിക്കും. നാളെയും ഒരുമിച്ച് ഉറപ്പായും കാണാം. കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.